ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോണ്ട ബൈൻ എഴുതിയ ദി സീക്രട്ട് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ദി സീക്രട്ട്, ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ. 2006 പുറത്തിറങ്ങിയ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചു. ഇത് വെറുമൊരു പുസ്തകമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരനുഭവമാണ്. ഇതുവരെ 30 മില്യണിലധികം കോപ്പികൾ വിറ്റഴിക്കുകയും 50-ലധികം ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു പുസ്തകം ലോകമെമ്പാടുമുള്ള എത്ര പേരുടെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിനെല്ലാം കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതവും മാന്ത്രികമായി മാറും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നുവെന്നും നിങ്ങളുടെ ചിന്തകളിലൂടെ എങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാം എന്നും നിങ്ങൾക്കറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. പുസ്തകത്തിന്റെ രഹസ്യം, ആകർഷണ നിയമം. കൂട്ടുകാരെ, ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ലോകത്തിലെ 24 മികച്ച അധ്യാപകരും ചിന്തകരും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇതിൽ പങ്കുവെക്കുന്നു എന്നതാണ്. വിവിധ ആളുകൾ സ്വന്തം അനുഭവങ്ങളിലൂടെ ഈ രഹസ്യം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്ത ശേഷം ആ അനുഭവങ്ങൾ ലോകത്തിന് മുന്നിൽ വെച്ചു. അതുകൊണ്ടാണ് ഈ പുസ്തകം വെറും സിദ്ധാന്തം മാത്രമല്ലാതെ ഇതെല്ലാം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കഥകളും അനുഭവങ്ങളും നിറഞ്ഞതായി മാറുന്നത്. മനുഷ്യന്റെ ചിന്തകൾക്ക് അവന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്നത്ര ശക്തിയുണ്ട് എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ആ രഹസ്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. കൂട്ടുകാരെ, ദി സീക്രട്ട് എന്നാൽ ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷനാണ്. ഈ നിയമം വളരെ ലളിതമാണ്, എന്നാൽ അതിന്റെ ശക്തി വളരെ വലുതാണ്. ഇത് പറയുന്നു, ഒരാൾ തന്റെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതിനെത്തന്നെയാണ് അവൻ ആകർഷിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വരുന്നു. നിങ്ങൾ സമ്പത്ത്, വിജയം, സന്തോഷം എന്നിവയെക്കുറിച്ച് ചിന്തിച്ചാൽ അത് പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും കുറവ്, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ എന്നിവയിലാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കതെല്ലാം വീണ്ടും വീണ്ടും തിരികെ നൽകും. ചരിത്രം സാക്ഷ്യം. ഷേക്സ്പിയർ, റോബർട്ട് ബ്രൗണിംഗ്, വില്യം ബ്ലേക്ക് തുടങ്ങിയ കവികളും ബീഥോവൻ പോലുള്ള സംഗീതജ്ഞരും ലിയോനാർഡോ ഡാ വിഞ്ചി പോലുള്ള കലാകാരന്മാരും സോക്രട്ടീസ്, പ്ലേറ്റോ, ഐസക് ന്യൂട്ടൺ തുടങ്ങിയ ചിന്തകരുമെല്ലാം ഈ നിയമത്തെക്കുറിച്ച് വിവിധ രൂപങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു പുതിയ ആശയമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഇത് ഏതെങ്കിലും രൂപത്തിൽ മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശസ്ത പരിശീലകരും എഴുത്തുകാരുമായ ബോബ് പ്രോക്ടർ, ഡോക്ടർ ജോ വിറ്റാലെ, ജോൺ അസറാഫ്, ജാക്ക് കാൻഫീൽഡ് തുടങ്ങിയവരുടെയെല്ലാം ജീവിത വിജയത്തിന്റെ രഹസ്യം ഈ നിയമം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണെന്ന് അവർ പറയുന്നു. ആകർഷണ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതിന്റെ ലളിതമായ ഉത്തരമിതാണ്: ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തമാണ്. അത് നിങ്ങളുടെ ചിന്തകളുടെ തരംഗങ്ങളെ, വൈബ്രേഷൻസ്, നിരന്തരം പ്രപഞ്ചത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പ്രപഞ്ചം ആ തരംഗങ്ങളോട് യോജിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ നൽകുന്നു. ഉദാഹരണം, ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും മുഴങ്ങാറില്ലേ? കാരണം നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അതിനെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കാൻ തുടങ്ങുന്നു. ചിന്തകളും കുറവും. ഒരാൾ എപ്പോഴും പണത്തിന്റെ കുറവിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആ കുറവ് തന്നെ വീണ്ടും വീണ്ടും അവന്റെ ജീവിതത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവന്റെ ചിന്താ തരംഗങ്ങൾ നിരന്തരം ആ അഭാവത്തെ, ലാക്ക്, പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു. പ്രപഞ്ചം അത് തന്നെ അവന് തിരികെ നൽകുന്നു. വേണ്ട എന്നതിന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് ദി സീക്രട്ട് നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലാതെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലല്ല. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ തെറ്റെന്തെന്നാൽ നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദിവസം മുഴുവൻ ചിന്തിക്കുന്നു എന്നതാണ്. ആളുകൾ പറയും, എനിക്ക് കടം വേണ്ട, എനിക്ക് പ്രശ്നങ്ങൾ വേണ്ട, എനിക്ക് രോഗം വേണ്ട. പക്ഷേ വേണ്ട, നോ അല്ലെങ്കിൽ പാടില്ല, ഡോണ്ട് പോലുള്ള വാക്കുകൾ ആകർഷണ നിയമത്തിന് മനസ്സിലാവില്ല. നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്ന വിചാരത്തെ മാത്രമേ അത് പിടിച്ചെടുക്കൂ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കടം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കടം എന്ന ഫ്രീക്വൻസി മാത്രമാണ് പുറത്തുവരുന്നത്. ഫലം, പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ കടം നൽകുന്നു. ചിന്തകളും വികാരങ്ങളും, ഫീലിംഗ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ളതെല്ലാം നിങ്ങളുടെ മുൻപത്തെ ചിന്തകളുടെ ഫലമാണ്. അത് നല്ലതോ ചീത്തയോ ആകട്ടെ. നിങ്ങളുടെ ഭാവിയെ മാറ്റണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റണം. ഇത് ചിന്തകൾ മാത്രമല്ല, വികാരങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ചിന്തകളുടെ ഏറ്റവും വലിയ അടയാളം. നിങ്ങൾക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളും നല്ലതാണ്. നിങ്ങൾക്ക് മോശം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവാണ്. അതുകൊണ്ട് എപ്പോഴും നല്ലതനുഭവിക്കാൻ ശ്രമിക്കുക. കാരണം നല്ലതനുഭവിക്കുമ്പോഴാണ് നിങ്ങൾ ശരിയായ തരംഗത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ ആകർഷിക്കാൻ കഴിയൂ. സ്നേഹത്തിന്റെ ശക്തി. പ്രപഞ്ചത്തിൽ സ്നേഹത്തേക്കാൾ, ലവ്, വലിയ ശക്തിയില്ലെന്ന് പുസ്തകം പറയുന്നു. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും സ്നേഹത്താൽ നിറയുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ഏറ്റവും ഉയർന്ന തലത്തിലെത്തുന്നു. അപ്പോൾ ആകർഷണ നിയമം ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ എല്ലാറ്റിലും സ്നേഹം കണ്ടെത്തുക.
മറ്റുള്ളവരോടുള്ള സ്നേഹവും പ്രാർത്ഥനകളും നിങ്ങൾക്കുവേണ്ടി ഏറ്റവും വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. 3 ഘട്ടങ്ങളുള്ള സർഗാത്മക പ്രക്രിയ. ദ 3 സ്റ്റെപ്പ് ക്രിയേറ്റീവ് പ്രോസസ്. പുസ്തകം ആകർഷണ നിയമം പ്രാവർത്തികമാക്കുന്നതിന് അലാവുദ്ദീന്റെ മാന്ത്രിക വിളക്ക് എന്ന ഉദാഹരണം നൽകുന്നു. അലാവുദ്ദീൻ വിളക്ക് തടവുമ്പോൾ ഭൂതം പുറത്തുവന്ന് പറയും, എന്റെ യജമാനന്റെ ആജ്ഞ ശിരസാ വഹിക്കുന്നു. ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മുടെ ഭൂതം. നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ പ്രപഞ്ചം അതിനെ ഒരു ആജ്ഞയായി കണക്കാക്കുന്നു. അത് ചോദ്യം ചെയ്യുന്നില്ല. നമുക്ക് അത് വേണമെന്ന് വിശ്വസിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ഈ ഭൂതത്തോട് എങ്ങനെ ശരിയായ രീതിയിൽ ആവശ്യപ്പെടാം? പുസ്തകം ഇതിന് 3 ഘട്ടങ്ങളുള്ള സർഗാത്മക പ്രക്രിയ പറയുന്നു. 1. ആസ്ക്, ആവശ്യപ്പെടുക, ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക. നിങ്ങൾ തന്നെ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ പ്രപഞ്ചവും കുഴപ്പത്തിലായി സമ്മിശ്രഫലങ്ങൾ നൽകും. 2. ബിലീവ്, വിശ്വസിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിനകം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിൽ പോലും പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹം കേട്ടുവെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം വേണം. 3. റിസീവ്, സ്വീകരിക്കുക, ഏറ്റുവാങ്ങുക. ആ കാര്യം ലഭിച്ച ശേഷമുള്ള സന്തോഷം ഇപ്പോഴേ അനുഭവിച്ചറിയുക. അത് ഇതിനകം നിങ്ങളുടേതാണെന്ന സന്തോഷം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ആ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നു. പ്രപഞ്ചം ആ സന്തോഷത്തെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റും. ദൃശ്യവൽക്കരണം. പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ഭാഗമാണ് വിഷ്വലൈസേഷൻ. ഇത് വെറും ചിന്തിക്കുകയോ സ്വപ്നം കാണുകയോ അല്ല, മറിച്ച് അതൊരു സൃഷ്ടിപരമായ ഉപകരണമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ചിത്രമായി കാണുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം ഒരു പ്രത്യേക വികാരം സൃഷ്ടിക്കുന്നു. ഈ വികാരമാണ് ആകർഷണ നിയമത്തെ സജീവമാക്കുന്നത്. ഉദാഹരണം, നിങ്ങൾക്കിഷ്ടമുള്ള കാർ വേണമെങ്കിൽ എനിക്കൊരു കാറ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ കണ്ണടച്ച് ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതായി സങ്കൽപ്പിക്കുക. സ്റ്റിയറിംഗിൽ കൈവച്ച് അതിന്റെ സുഗന്ധം അനുഭവിച്ച് നിങ്ങൾ ആസ്വദിക്കുന്ന സന്തോഷം അനുഭവിക്കുക. ഈ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ഇത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നു. ആ യാഥാർത്ഥ്യത്തിന്റെ തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. പ്രപഞ്ചം ആ വസ്തുവിനെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കാൻ തുടങ്ങുന്നു. റൈറ്റ് സഹോദരന്മാർ വിമാനം സ്വപ്നം കണ്ടു. തോമസ് എഡിസൺ ബൾബ് ആദ്യം മനസ്സിൽ കണ്ടു. എല്ലാ വലിയ കണ്ടുപിടുത്തങ്ങളും ആദ്യം മനുഷ്യന്റെ മനസ്സിൽ ചിത്രമായി വരികയും പിന്നീട് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്. വിഷ്വലൈസേഷനോടൊപ്പം പുസ്തകം പറയുന്ന മറ്റൊരു ശക്തമായ ഉപകരണം കൃതജ്ഞത, നന്ദി പ്രകടിപ്പിക്കൽ ആണ്. നിങ്ങളുടെ ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പക്കൽ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് ആദ്യം നന്ദി പറയാൻ പഠിക്കണം. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലെത്തുന്നു. പ്രപഞ്ചം നിങ്ങളുടെ നന്ദി തരംഗങ്ങൾ പിടിച്ചെടുക്കുകയും നിങ്ങൾക്ക് കൂടുതൽ നന്ദി പറയാൻ കാരണങ്ങൾ നൽകുകയും ചെയ്യുന്നു. കൃതജ്ഞത ഒരു മൾട്ടിപ്ലൈയിംഗ് പവർ പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ എത്രയധികം നന്ദി പറയുന്നുവോ അത്രയധികം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നിങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള പണത്തിന് ആദ്യം നന്ദി പറയുക. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ പങ്കാളിയുടെയോ കുടുംബാംഗങ്ങളുടെയോ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. നല്ല ആരോഗ്യം വേണമെങ്കിൽ ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ശരീരഭാഗങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങൾ കൃതജ്ഞതാഭാവത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ സമൃദ്ധിയുടെ അബൻഡൻസ് ഫ്രീക്വൻസിയിലാണെന്ന് പ്രപഞ്ചത്തിന് തോന്നുകയും അതിനനുസരിച്ച് കൂടുതൽ സമൃദ്ധി നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുന്നു. പണവും സമൃദ്ധിയും. മണി ആൻഡ് അബൻഡൻസ്. പണത്തിന്റെ കാര്യത്തിൽ ചിന്തിച്ച് ധാരാളം പേർ വിഷമിക്കാറുണ്ട്. അത് ആകർഷിക്കാൻ കഴിയാത്തതിന്റെ കാരണം അവരുടെ ചിന്തകൾ മാത്രമാണ്. മിക്ക ആളുകളും എപ്പോഴും എന്റെ പക്കൽ പണമില്ല അല്ലെങ്കിൽ പണം കുറവാണ് എന്ന് ചിന്തിക്കുന്നു. അവർ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കുറവ് തന്നെ വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കണം. നമുക്ക് ആവശ്യമുള്ളത്ര പണം, അതിൽ കൂടുതലും നമ്മുടെ പക്കലുണ്ടെന്ന് സങ്കല്പിക്കുക. പണം നമ്മളിലേക്ക് എളുപ്പത്തിൽ വരുന്നു എന്ന് വിശ്വസിക്കുക. കടത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ കടത്തിൽ ഒരിക്കലും ശ്രദ്ധ കൊടുക്കരുത്. പകരം സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എനിക്ക് കഴിവുണ്ട്, എനിക്ക് പണം ചെലവഴിക്കാൻ കഴിയും, എന്റെ പക്കൽ ധാരാളം പണമുണ്ട് എന്ന് മനസ്സിൽ ആവർത്തിക്കുക. കൊടുക്കുന്നതിന്റെ ശക്തി. ഗിവ് ടു റിസീവ്. സമ്പന്നരായ ആളുകൾ ധാരാളം ദാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പക്കൽ ധാരാളമുണ്ട്, നിങ്ങൾ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിൽ ആണ് എന്ന് പ്രപഞ്ചത്തിന് സൂചന നൽകുന്നു. അപ്പോൾ പ്രപഞ്ചം ആ സമൃദ്ധി പല മടങ്ങ് നിങ്ങൾക്ക് തിരികെ നൽകുന്നു. ശ്രദ്ധിക്കുക, ഇത് സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമായിരിക്കണം. ബന്ധങ്ങളും ആരോഗ്യവും. റിലേഷൻഷിപ്സ് ആൻഡ് ഹെൽത്ത്. ബന്ധങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെയോ കുടുംബാംഗങ്ങളുടെയോ കുറവുകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ നിങ്ങൾ അതേ നെഗറ്റിവിറ്റിയെ ആകർഷിക്കും. എന്നാൽ അവരുടെ നല്ല ഗുണങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങളുടെ ബന്ധങ്ങൾ മനോഹരമാണെന്ന് വിഷ്വലൈസേഷൻ ചെയ്യുകയും ചെയ്താൽ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. പ്രവൃത്തികൾ കൂടി വേണം. നിങ്ങൾക്ക് ഒരു പങ്കാളിയെ ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് നിങ്ങളുടെ പ്രവൃത്തികളും മാറ്റണം. നിങ്ങളുടെ വീട്ടിൽ അവർക്ക് കൂടി ഇടമുണ്ടെന്ന് പ്രപഞ്ചത്തെ ബോധ്യപ്പെടുത്തുക. ആരോഗ്യം. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ശരീരത്തിൽ നേരിട്ട് സ്വാധീനമുണ്ട്. നമ്മൾ നിരന്തരം രോഗം, വേദന, ബുദ്ധിമുട്ട് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ
നമ്മുടെ ശരീരം ആ ഫ്രീക്വൻസി പിടിച്ചെടുക്കും. എന്നാൽ നല്ല ആരോഗ്യത്തെ വിഷ്വലൈസേഷൻ ചെയ്യുകയും നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് അനുഭവിക്കുകയും ചെയ്താൽ നമ്മുടെ ശരീരം ആ ദിശയിലേക്ക് മാറാൻ തുടങ്ങും. ക്യാൻസർ സുഖപ്പെടുത്തിയ കഥ. കാത്തി ഗുഡ്മാൻ എന്ന സ്ത്രീക്ക് സ്തനാർബുദം ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് സുഖമായി എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ അവർ ദിവസവും പറഞ്ഞു, എന്റെ രോഗശാന്തിക്ക് നന്ദി. അവർ തമാശയുള്ള സിനിമകൾ കണ്ടു, ചിരിച്ചു, സന്തോഷത്തോടെയിരുന്നു. 3 മാസത്തിനുള്ളിൽ കീമോതെറാപ്പിയോ റേഡിയേഷനോ ഇല്ലാതെ അവരുടെ ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെട്ടു. കൃതജ്ഞത, വിശ്വാസം, സന്തോഷം എന്നിവ ഒന്നിക്കുമ്പോൾ ഏത് രോഗത്തിൽ നിന്നും പുറത്തുവരാൻ കഴിയുമെന്ന് ഈ കഥ കാണിക്കുന്നു. ജീവിതത്തിലെ പ്രായോഗികമായ കാര്യങ്ങൾ. അവബോധം, അവെയർനെസ്. നമുക്ക് ഒരു ദിവസം ഏകദേശം 60,000-ത്തിലധികം ചിന്തകൾ വരുന്നു. ഇതിൽ മിക്കതും നമ്മുടെ അബോധ മനസ്സിൽ, സബ്കോൺഷ്യസ് നിന്ന് വരുന്നതാണ്. ഓരോ ചിന്തയും ഒരു ഫ്രീക്വൻസിയാണ്. ഈ സംവാദം നെഗറ്റീവാണെങ്കിൽ പ്രപഞ്ചം ആ നെഗറ്റിവിറ്റിയെ നമ്മുടെ ജീവിതത്തിൽ വലുതാക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ശീലിക്കേണ്ടത് അവബോധമാണ്. ദിവസം മുഴുവൻ പലതവണ സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വർത്തമാന നിമിഷത്തിലേക്ക് വരുന്നു. അവിടെ വെച്ച് നിങ്ങളുടെ ചിന്തകളെ മാറ്റി നിങ്ങളുടെ ഫ്രീക്വൻസിയെ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് തിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. എപ്പോഴും ഓർക്കുക, ഓർമ്മിക്കുക. റിമെമ്പർ ടു റിമെമ്പർ. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. പ്രീക്രിയേഷൻ മുൻകൂട്ടി സൃഷ്ടിക്കൽ. നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കതിനെ സൃഷ്ടിക്കാൻ കഴിയും. ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക. ഇന്നത്തെ ദിവസം വളരെ മികച്ചതായിരിക്കും. എല്ലാം എനിക്ക് എളുപ്പത്തിൽ സംഭവിക്കും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ദിവസം നല്ലതായിരിക്കണമെന്ന് നിങ്ങൾ മുൻകൂട്ടി പ്രപഞ്ചത്തിന് സൂചന നൽകുന്നു. ഒരു യാത്ര, ഒരു മീറ്റിംഗ്, ഒരു ജോലി എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് പ്രീക്രിയേറ്റ് ചെയ്യാൻ കഴിയും. വിഷൻ ബോർഡ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ കൂടുതൽ ശക്തമായി ആകർഷിക്കാൻ അവയുടെ ചിത്രങ്ങൾ ഒരു വിഷൻ ബോർഡിൽ ഒട്ടിക്കുക. നിങ്ങളുടെ ഡ്രീം കാർ, ഡ്രീം ഹൗസ്, ലക്ഷ്യങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ നിങ്ങൾ ദിവസവും കാണുന്ന ഒരിടത്ത് വയ്ക്കുക. നിങ്ങൾ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണരുന്നു. ആ വികാരങ്ങളാണ് ആകർഷണ നിയമത്തെ സജീവമാക്കുന്നത്. ഞാനാകുന്നു എന്ന 2 വാക്കുകൾ വളരെ ശക്തമാണ്. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയും ഫ്രീക്വൻസിയും നിർണ്ണയിക്കുന്നു. ഞാൻ ആരോഗ്യവാനാണ്, ഐ ആം ഹെൽതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ആ ദിശയിൽ പ്രോഗ്രാം ചെയ്യുന്നു. ഞാൻ സമൃദ്ധനാണ്, ഐ ആം അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമൃദ്ധിയുടെ ഫ്രീക്വൻസി സജീവമാക്കുന്നു. ഞാൻ ദുർബലനാണ്, ഐ ആം വീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കുറവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. നല്ലത് അനുഭവിക്കുക. കൂട്ടുകാരെ, വിഷ്വലൈസേഷൻ ആയാലും കൃതജ്ഞതയായാലും പണമായാലും ബന്ധങ്ങളായാലും ആരോഗ്യമായാലും ദി സീക്രട്ട് എല്ലായിടത്തും പ്രവർത്തിക്കുന്നു. ഇതൊരു മാജിക് അല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഗുരുത്വാകർഷണ നിയമം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നതുപോലെ ആകർഷണ നിയമവും എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നതിലാണ് വ്യത്യാസം. ഈ രഹസ്യത്തിന്റെ ആകത്തുക ഒന്നുമാത്രമാണ്: നല്ലതനുഭവിക്കുക, ഫീൽ ഗുഡ്. നിങ്ങൾ നല്ലതനുഭവിച്ചാൽ നിങ്ങൾ ശരിയായ ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ലത് തോന്നാനുള്ള കാര്യങ്ങൾ പ്രപഞ്ചം അയക്കും. നല്ലതനുഭവിക്കുന്നത് ഒരു ആഡംബരമല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ജോലിയാണ്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ചിന്തകൾ മാറ്റി നിങ്ങളുടെ വിധി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക. ചെറിയ ചുവടുകൾ വയ്ക്കുക. എല്ലാ രാവിലെയും നന്ദി പറയുക. എല്ലാ ദിവസവും വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ വിഷൻ ബോർഡിൽ ഒട്ടിക്കുക. ഏറ്റവും പ്രധാനം, എല്ലായ്പ്പോഴും നല്ലതനുഭവിക്കുക. ഇതാണ് ദി സീക്രട്ട് എന്ന പുസ്തകത്തിന്റെ പൂർണ്ണമായ സാരം. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശരിയായ ദിശയിലേക്ക് നയിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവയ്ക്കുക.